प्यारे बच्चों, नमस्ते। आशा करती हूँ आप सब ठीक से हैं। आज हम दूसरी इकाई का दूसरा पाठ पढ़ेंगे। पाठ का नाम गांधी जी कैसे बने। लेखक है स्वयं प्रकाश। समकालीन हिंदी साहित्य के विख्यात लेखक है स्वयं प्रकाश। उनकी अपनी ही शैली है। आप सब जानते हैं गांधी जी कौन है। गांधी जी हमारे राष्ट्रपिता है। हमारे राष्ट्रपिता गांधी जी आज के भारत को आज की तरह बनाने में कठिन प्रयत्न किया है। वे अंग्रेजियों से अहिंसा से लड़ते थे। उनकी आत्मकथा है सत्य के प्रयोग, एंडे सत्यान्वेषण परीक्षणങ്ങൾ, मई एक्सपेरिमेंट्स ऑन ट्रूथ। उनका पूरा नाम मोहनदास करमचंद गांधी। उनका जन्म 2 अक्टूबर 1869 को गुजरात के पोरबंदर में हुआ। वे करमचंद गांधी और पुतलीबाई के 3 बेटों में सबसे छोटे थे। गांधी जी कैसे बने, यही है प्रस्तुत पाठ का आशय। यह तो एक लेख है। हम पाठ की ओर चले। सबसे पहले हम विश्वविख्यात वैज्ञानिक एल्बर्ट आइंस्टीन का कथन देखें। इस कथन पर आपका विचार क्या है? आने वाली पीढ़ियां बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था। പീഡിയ വരും തലമുറകൾ, പീഡി എന്ന് പറഞ്ഞാൽ തലമുറ, വരും തലമുറകൾ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ പ്രയാസപ്പെടും. എന്ത്? ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു പുരുഷൻ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ഇവിടെയും ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ മഹത്വമാണ് വ്യക്തമാക്കുന്നത്. പാഠ് ദേഖേं। क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोला टांग रखा हो। हाँ, गांधी जी जैसे फोटो में दिखते हैं वैसे हमेशा से नहीं थे। क्या तुम एक ऐसे ഗാന്ധിജി की കൽപ്പന कर सकते हो? നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഗാന്ധിജിയെ സങ്കല്പിക്കാൻ കഴിയുമോ? കൽപ്പന, സങ്കല്പം. എത്തരത്തിലുള്ള? ജിനോനെ കുർത്ത പാജാമ പഹൻ രഖാ ഹോ, ആരാണോ കുർത്തയും പാജാമയും ധരിച്ചിരിക്കുന്നത്, ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? അതുപോലെ തന്നെ ജിൻകെ പാവ് മേ ചപ്പൽ और സർ पर खूब सारे बाल, കാലിൽ ചെരുപ്പ്, തലയിൽ ധാരാളം മുടി, അതുപോലെ തന്നെ ഒരു ഗാന്ധി തൊപ്പി. और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोല, കുട്ടികളുടെ ഒരു സ്കൂൾ സഞ്ചിയും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഗാന്ധിജി, നമ്മുടെ ഭാവനയിൽ ഒരു ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. എല്ലായ്പ്പോഴും ഗാന്ധിജി അങ്ങനെ ആയിരുന്നില്ല. വേ ധീരെ ധീരെ ഗാന്ധി ബനെ, മെല്ലെ മെല്ലെയാണ് ഗാന്ധിജിയായി തീരുന്നത്. കൈസെ തീർന്നത്? ബച്ചപ്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ താ, കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ നല്ല ഭയമായിരുന്നു. ഡർ പേടി, ഡർ ലഗ്ന പേടി തോന്നുക. ഉന്നെ ലഗ്താത്ത കോയി ഭൂത് ആക്കർ ഉന്നെ പക്കടിലേക്ക, ഏതോ ഒരു ഭൂതം വന്നിട്ട് തന്നെ പിടിക്കുമെന്ന ഒരു തോന്നലായിരുന്നു ഗാന്ധിജിക്ക് കുട്ടിക്കാലത്ത്. ലഗ്ന തോന്നുക, ഫീൽ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ബഡേ ഹോക്കർ വേ ഖുദ് ऐसे हो गए कि अंग्रेज हुकूमत उनसे डरने लगी मानो वे कोई भूत हो. എന്നാൽ കുട്ടിക്കാലത്ത് ഭൂതത്തെ പേടിച്ചിരുന്ന ഗാന്ധിജി വലുതായപ്പോൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം പേടിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ഭൂതം ആണെന്നുള്ള രീതിയിൽ. जब उन्हें कटियावाड़ हाई स्कूल में पहली परीक्षा में भर्ती कराया,
പഹലി കക്ഷാമേ ഭർത്തി കരായ ഗയ. 1ാം ക്ലാസ്സിലേക്ക് അത്യാവടുള്ള ഹൈസ്കൂളിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചപ്പോൾ ഉൻകി ഉംർ തി 11 സാൽ. അദ്ദേഹത്തിൻ്റെ വയസ്സായിരുന്നു 11 വയസ്സ്. और उन्हें जो विषय पढ़ाए जाते थे, ഏതൊക്കെ വിഷയങ്ങളായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്? ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് और अंग्रेजी. ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ്, ഇംഗ്ലീഷ്. അംഗ്രേജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. സ്കൂൾ കി ഫീസ് തി 8 ആന. സ്കൂളിൽ പൈസ കൊടുക്കണം. എത്ര? 8 അണ. 8 അണ എന്ന് പറഞ്ഞാൽ 50 പൈസ. യാനി 50 പൈസ ഹർ മഹീനെ. ഓരോ മാസവും 50 പൈസ കൊടുക്കണം. ഫീസ് ഉണ്ട്. നമുക്ക് കൊണ്ടിരുന്ന ഫീസ് അല്ലേ? പെഹലി പരീക്ഷ മേ ഗാന്ധിജി 34 ബച്ചോ മേ സെ 32വേं സ്ഥാൻ പർ രഹെ. ആദ്യം നടത്തിയ പരീക്ഷയിൽ തന്നെ ഗാന്ധിജി 34 കുട്ടികളിൽ 32ാമനായിരുന്നു, പിറകിലായിരുന്നു. और 2 വിഷയോ മേ തോ ഉനെ 0 ബി മില. 2 വിഷയത്തിൽ, ആകെയുള്ള 4 വിഷയത്തിൽ 2 വിഷയം അദ്ദേഹത്തിന് 0 ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരു പാഠമുണ്ട്. മാർക്ക് കുറഞ്ഞാലും നമുക്ക് മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സ് വെക്കണമെന്ന് മാത്രം. ഓക്കെ. ഇംഗ്ലണ്ട് പഠനെ ഗയെ തോ ഉൻകെ ലിയെ ഖൂബ്. ഇവിടെ ഖബ് എന്നാണ് അക്ഷരത്തെറ്റുണ്ട്, ഖൂബാണ്. ഖൂബ് സാരെ കപ്പടെ സിൽവായ ഗെ. ഇംഗ്ലണ്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വസ്ത്രങ്ങൾ തുന്നിച്ചിരുന്നു, പുതിയ പുതിയ വസ്ത്രങ്ങൾ. ദക്ഷിണാഫ്രിക്ക മേ കുർത്ത ധോത്തി പഹന്നെ ലഗെ. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം പാൻറ്റും ഷർട്ടും ധരിക്കാൻ തുടങ്ങി. और ഭാരത് ആയേ തോ ഏക് ബാർ മധുരൈ ഗയെ ഭാഷൺ ദേനെ. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി ഇന്ത്യയിൽ വന്നു മധുരയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി പോയി. വഹാം ഏക് ഔറത്ത് കോ ദേഖാ ജോ താലാബ് മേം അപ്നി ധോത്തി ധോ രഹി തി. മധുരയിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ ഒരു കുളത്തിൽ ഒരു സ്ത്രീ തൻ്റെ മുണ്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ലേക്കിൻ കേസെ, എങ്ങനെയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്? ആദി പഹൻതി തി और ബാക്കി ആദി ധോത്തി തി. പകുതി ധരിച്ചിട്ടുണ്ട്, പകുതിയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ധോന കഴുകുക. ഫിർ ദുലി ഹുയി കോ പഹൻ ലേത്തി തി. പിന്നീട് ആ കഴുകിയ ഭാഗം ധരിക്കുകയും ബാക്കി വരുന്ന ഭാഗം അലക്കുകയും ചെയ്യും. ഉൻകി ഹാലത്ത് യാ ഉസ്കി ഹാലത്ത് ദേഖ് കർ ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗയെ. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് ഗാന്ധിജിയിൽ ഒരു ചലനമുണ്ടായി. ഹിൽന എന്ന് പറഞ്ഞാൽ ഇളകുക എന്ന, ഇവിടെ ചലനമുണ്ടായി. ആ ബസ് ഉസി സമയ ഉന്നോനെ ഫൈസല കർലിയ. ആ സമയത്ത് തന്നെ അദ്ദേഹം തീരുമാനിച്ചു. എന്ത്? കി അബ് സിർഫ്, ഇവിടെ സിഫെ എന്നാണ് ഉള്ളത്, അക്ഷരത്തെറ്റാണ്. സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക. ഇനി ഞാൻ ഒരു ഒറ്റമുണ്ട് മാത്രമേ ധരിക്കുമെന്ന് ആ നിമിഷം തീരുമാനിച്ചു. ശ്രദ്ധിക്കണം, ഏത് നിമിഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒറ്റമുണ്ടിലേക്കുള്ള തീരുമാനം എടുത്തതെന്ന്. അക്ഷരത്തെറ്റുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഖൂബ് സിർഫ്. ബാദ് മേ ഗോൾമേജ് സമ്മേളന കെ ലിയെ ലണ്ടൻ ഗയെ. പിന്നീട് വട്ടമേശ സമ്മേളനത്തിനായി അദ്ദേഹം ലണ്ടനിൽ പോയി. റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനം. ആകെ എത്ര വട്ടമേശ സമ്മേളനമായിരുന്നു ഉണ്ടായിരുന്നത് അറിയുമോ? 3. അതിൽ എത്രാമത്തെയാണ്? 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിനാണ് ഗാന്ധിജി ലണ്ടനിൽ പോകുന്നത് 1931 സെപ്റ്റംബർ 7. വഹാം തോ ഖൂബ് സർദി പടുത്തി ഹെ. നല്ല തണുപ്പായിരുന്നു അവിടെ. തോ വഹാം കെ ബച്ചെ പൂച്ചത്തെ തെ. അവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചു, ബാബ തുമാരി പത്തലൂൻ കഹാം ഗയി. ബാബ, താങ്കളുടെ പാൻ്റ് എവിടെ പോയി? ഗാന്ധിജി ഉനെ കോയി ജവാബ് നഹീ ദേത്തെ തെ. അദ്ദേഹം ഒരു ഉത്തരവും നൽകിയില്ല. ബസ് ഹസ് കർ രഹ ജാത്തെ. ചിരിച്ചുകൊണ്ടിരുന്നു കുട്ടികളുടെ മുമ്പിൽ. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. പക്ഷേ റാണിയുടെ ദർബാറിൽ അങ്ങനെ പാൻറ്റും ഷർട്ടൊന്നും ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് ആചാരമര്യാദകൾക്ക് വിരുദ്ധമാണ്. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे. ഈ കുറഞ്ഞ വസ്ത്രത്തിൽ ഇങ്ങനെ ഒറ്റമുണ്ട് മാത്രം ധരിച്ച് എങ്ങനെയാണ് ദർബാറിൽ താങ്കൾ പോകുക? തോ പോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിക്കർ മത് കരോ, ഡോണ്ട് വറി, നിങ്ങൾ പരിഭ്രമിക്കേണ്ട. തുമാരി രാജാനെ
ഹം ദോനോ കെ ബരാബർ കപ്പടെ, നിങ്ങളുടെ രാജാവ് നമുക്ക് രണ്ടു പേർക്കും വേണ്ട വസ്ത്രം അക്കേലെ ഹി പഹൻ രखे होंगे, ഒറ്റക്ക് തന്നെ ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ രാജവേഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗാന്ധിജി ലിഖ്തേ തേ ഏക് ബഡിയ പെൻ സെ, ഗാന്ധിജി ഒരു മുന്തിയ പേന കൊണ്ട് എഴുതിയിരുന്നു. വോ പെൻ ഏക് ദിൻ ചോരി ചലാ ഗയ, ആ പേന ഒരിക്കലും മോഷ്ടിക്കപ്പെട്ടു. ലിഖ്നെ ബൈഠെ ഓർ പായ കി പെൻ തോ ഹേ ഹി നഹി, അദ്ദേഹം എഴുതാനിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ത്, തൻ്റെ പേന നഷ്ടപ്പെട്ടിരിക്കുന്നു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഉസി സമയ ഏക് ബച്ചേനെ അപ്പിനി പെൻസിൽ ദേദി, ആ സമയത്ത് തന്നെ ഒരു കുട്ടി അദ്ദേഹത്തിന് പെൻസിൽ നൽകി. എന്നിട്ട് പറഞ്ഞു കിലോ ബാബ ഇസ്സെ ലിഖ് ലോ, ഇതുകൊണ്ട് എഴുതിക്കോളൂ. ഉനോനെ ലിക്കർ ദേക്കാക്കി, അരെ വാഹ്, എഴുതി നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, വാഹ് എന്ന് പറഞ്ഞു. ഇസ്സെ തോ അച്ഛാ ലിഖാ ജാത്താ ഹെ, ഇതുകൊണ്ടും നല്ലോണം എഴുതാൻ സാധിക്കുന്നു. और സ്യാഹി വഗേര ഭർനെ കാ ജഞ്ചട്ട് ഭി നഹി, മാത്രമല്ല മഷി മുതലായവ നിറയ്ക്കേണ്ട ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ തോ തൈ കർലിയ, അദ്ദേഹം തീരുമാനിച്ചു കി അബ് പെൻസിൽ സേ ഹി ലിഖേങ്കെ, ഞാനിനി പെൻസിൽ കൊണ്ടേ എഴുതുള്ളൂ. और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो, പെൻസിൽ കൊണ്ട് ആദ്യം എഴുതിയ ലെറ്റർ ആർക്കായിരുന്നു എന്നറിയോ? ഭാരത് കെ വൈസ്രോയ്ക്കോ. ആർക്കാണ്? ലോർഡ് ഇർവിനായിരുന്നു ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ വൈസ്രോയ്. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज की बोंकली लगाकर धागे से बांध लेते. എഴുതി എഴുതി നമ്മുടെ പെൻസിൽ ചെറുതാവില്ലേ, അതേപോലെ ഗാന്ധിജി എഴുതിയ പെൻസിലും ചെറുതായപ്പോൾ അതിൽ ഒരു കടലാസ് കൊണ്ട് ഒരു ചുരുളുണ്ടാക്കി ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ടു, കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. ദറസൽ, വാസ്തവത്തിൽ ഇൻ സബ്കെ പീച്ചെ കോയി സനക് നഹി, ആരെങ്കിലും പറയുമോ ഭ്രാന്താന്ന്? ഭ്രാന്തല്ല, ബൽക്കി ഗാന്ധിജിക്ക് യഹ് സോച്ചത്തെ, എന്ത് ചിന്തയായിരുന്നു ഗാന്ധിജിയുടെ? ജബ് ആപ്കെ ദേശ് കെ അധികാംശ ലോഗ് ഗരീബ് ഹോത്തോ, നിങ്ങളുടെ രാജ്യത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരായിരിക്കുമ്പോൾ ആപ്കോ ഫിസുൽ ഖർച്ചി ഓർ ദിഖാവ നഹി കർണി ചാഹിയേ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ധൂർത്തും ആഡംബരവും കാണിക്കാതെ അതിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ട്. അഗർ ആപ്പ് സച്ച്മുച്ച് അപ്നെ ദേശ് ഓർ ദേശവാസിയോ സെ പ്യാർ കർത്തേ ഹോ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെയും ജനതയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആപ്കോ കം സെ കമ്മേ കാം ചലാന ചാഹിയെ, ലളിത ജീവിതം നയിക്കേണ്ടതുണ്ട്. और സാദഗി കാ മഹത്വ സമझना ചാഹിയെ, ലാളിത്യത്തിൻ്റെ മഹത്വവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആപ് ബഡേ ബനേങ്കെ और कहलाएंगे अपने विचारों से और अपने काम से न कि अपने कपड़ों से, നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ, വലുതായാൽ, നിങ്ങൾ ഏത് വഴിയിലൂടെയൊക്കെ കടന്നു പോയോ, ആർക്കൊക്കെ നിങ്ങൾ അറിയുമോ, അവർ നിങ്ങൾ ധരിച്ച വസ്ത്രത്തിലല്ല നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ ഓർമ്മിക്കുക, മറിച്ച് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ കർമ്മത്തെയാണ് എല്ലാവരും ഓർമ്മിക്കുക എന്നുകൂടി അദ്ദേഹം ഇവിടെ മനസ്സിലാക്കി തരികയാണ്. एक बार तो उनकी प्रार्थना सभा में, आप लोग सुना है गांधी जी की प्रार्थना सभा के बारे में, प्रार्थना सभा में कुछ अमीर आदमी सज धज कर आ गए. കുറച്ച് ധനവാന്മാരായ ആൾക്കാർ പ്രാർത്ഥനാ സഭയിൽ അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ ഗാന്ധിജീനെ ഉനേൻ ഡാണ്ട് ദിയ, അവരെ ഗാന്ധിജി ശകാരിച്ചു. ജൈന ധർമ്മ में भी अपरिग्रह पर काफी जोर दिया गया है, ജൈന മതത്തിലും അനാവശ്യമായ വസ്തുക്കളെ ത്യജിക്കുക എന്നുള്ളത് അതിൽ ഒരു അല്പം ഊന്നൽ നൽകിയിട്ടുണ്ട്. അപരിഗ്രഹ് യാനി, അപരിഗ്രഹ് എന്ന് പറഞ്ഞാൽ ഫാൽത്തു കി ചീസെ ജമ മത്ത് കരോ, അനാവശ്യമായ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കരുത്. ബസ് ഗാന്ധിജിക്കോ തോ ജഹാം ബി കുച്ച് അച്ഛാ ലഗ അപ്ന ലേത്തേത്തെ, ഗാന്ധിജിയുടെ സ്വഭാവം അങ്ങനെയാണ്, എവിടെ നല്ലത് കാണുന്നോ അത് സ്വായത്തമാക്കും. അതുകൊണ്ട് തന്നെ ഉനോനെ അപരിഗ്രഹക്കു ബി അപ്നാലിയ, ജൈനമതത്തിലെ അപരിഗ്രഹം എന്ന തത്വത്തെയും അദ്ദേഹം സ്വായത്തമാക്കി, സ്വന്തമാക്കി, അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഗാന്ധിജിക്ക് 3 ബന്ദർ ബഹുത്ത് മഷൂർ ഹെ, ഗാന്ധിജിക്കൊരു 3 കുരങ്ങന്മാരുണ്ട്, അറിയോ?
ഇതാണ് ഈ കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഈ ദറസൽ ഏക്ക് ഖിലവനാത്ത, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ലേ, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്കാ. ഇതൊരു കളിപ്പാട്ടമാണ് ഈ കുരങ്ങൻ മങ്കീസ്. ജോ കുച്ച് ചീനി ബച്ചോനെ ഗാന്ധിജിക്കോ ബേണ്ട് കിയാത്ത, ചൈനക്കാരായ കുട്ടികൾ ഗാന്ധിജിക്ക് സമ്മാനം നൽകിയതാണ്. ലേക്കിൻ ഗാന്ധിജിനെ ഉനേം അപ്പിനെ ജീവൻ കാ സാഥി ബനാലിയ, ഗാന്ധിജി ആ കളിപ്പാട്ടത്തെ തൻ്റെ കൂട്ടുകാരായിട്ടാണ് ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നത്. ഈ 3 കുരങ്ങന്മാരുടെ പ്രത്യേകത എന്താണ്? ഇവരെങ്ങനെയാണ് ഇരിക്കുന്നത്? ഒന്ന് കണ്ണ് പൊത്തിരിക്കുന്നു, വാപ്പൊത്തിരിക്കുന്നു, ചെവി പൊത്തിരിക്കുന്നു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? തിന്മകൾ കാണരുത്, കേൾക്കരുത്, പറയരുത്. അപ്പോൾ ഈ ഖിലൗന കയ്യിൽ വെക്കുക മാത്രമല്ല, ഈ രീതിയിലുള്ള തത്വങ്ങൾ തൻ്റെ ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധിജി. ജബ് ധോത്തി പഹന്നി ശുരു കർ ദി തോ ജേബ് ഗഡി കഹാ രഖേ, മുണ്ട് പാൻറ്റും ഷർട്ടെല്ലാം പോയി വെറും ഒറ്റമുണ്ട് മാത്രം ധരിക്കുമ്പോൾ തൻ്റെ പോക്കറ്റ് വാച്ച് എവിടെ വെക്കും? തോ ഉസെ കമർമേൽ എടുക്കാനാ ശുരു കർദിയ, തൻ്റെ അരക്കെട്ടിൽ തൂക്കിയിടാൻ തുടങ്ങി അദ്ദേഹം. ഇസ് തരഹ ഗാന്ധിജി ധീരെ ധീരെ വൈസെ ഗാന്ധിജി ബൻ ഗയേ ജൈസ ആജ് കൽ ഹം ഉനേം ഉൻകെ ചിത്രോമേ ദേഖ്തേ ഹെ. ഇങ്ങനെയാണ് ഗാന്ധിജി മെല്ലെ മെല്ലെ നമ്മൾ ഇന്ന് കാണുന്ന ഗാന്ധിജിയായി മാറിയത്. എല്ലാവരും പാഠഭാഗം ഒന്ന് നല്ലതുപോലെ കാണുക. വീഡിയോ 1 അല്ല 2 അല്ല 3 തവണ നിങ്ങൾ കാണുക. പോയിന്റ്സ് നോട്ട് ചെയ്യുക, മീനിങ് എഴുതിയെടുക്കുക. സിമ്പിളായിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ സ്വന്തമായിട്ട് എഴുതുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യും. 2 വീഡിയോയും ശരിക്കും കാണുക.